കോടഞ്ചേരി കോഴിക്കോട് ജില്ല 4 ഏക്കർ ഭൂമി. ഭയങ്കര ആദായം. ഓരോ ആദായങ്ങളും ഓരോ വരുമാനങ്ങളും വാർഷിക വരുമാനം നമുക്ക് ഏകദേശം 7 ലക്ഷത്തിന്റെ മുകളിലേക്കാണ്. അത് ഓരോന്നും എണ്ണി കണക്ക് കൂട്ടി നിങ്ങൾക്ക് അതിന്റെ തൂക്കവും എല്ലാ അളവും അതിന്റെ വില നിശ്ചയിച്ചത്. 5 ബെഡ്റൂം, മുകളിലൊരു സ്റ്റോർ റൂം, അപ്പോൾ 6 റൂം, 4 ഏക്കർ സ്ഥലവും എല്ലാം കൂടി ചേർന്നൊരു വില. അത് നിങ്ങളോട് ഞാൻ പറയും. ഈ കാണുന്ന വീട് ഉൾപ്പെടെ 1 സെൻറ്റ് സ്ഥലത്തിന് നമ്മൾ ചോദിക്കുന്നത് 35,000 രൂപയാണ്. എങ്ങനെ നോക്കിയാലും ലാഭത്തോട് ലാഭം. അസ്സലാമലൈക്കും മുത്തുമണികളെ, എന്താണ് വർത്താനം? നോമ്പ് തോറ്റ് ആകെ പിടുത്തം വിട്ടു നോക്കണ്ട. 4 ഏക്കർ സ്ഥലം എവിടെ വരാം? കോഴിക്കോട് ജില്ലയിൽ നമ്മളെ കോടഞ്ചേരിയിൽ നിന്നും ഒരു 2-2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൂളവള്ളി, നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഇഷ്ടംപോലെ വെള്ളം. ആ വെള്ളം കാണിച്ചിട്ടാണ് ഇതാ, ഇത് നമ്മളെ സ്ഥലത്ത് കൂടെ പോകുന്ന തോടാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇവിടെ വെള്ളമുണ്ട്. ഇതാണ് നമ്മളെ സ്ഥലം വരുന്നത്. നമുക്ക് കൊക്കോ ഉണ്ട്, തെങ്ങുണ്ട്, അതുപോലെ തന്നെ ജാതി, പിന്നെ അങ്ങനെ കുറേ കൃഷികളുണ്ട്. പുതിയ ഹൈബ്രിഡ് കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല വാഴക്കത്തെ ഷൺമുഖതൊക്കെ എത്രയോ തണ്ട് വൈമലൊക്കെ ഇങ്ങനെ കായ്ച്ച് നേർന്ന് റോഡ് ഇതിലൂടെ ഉണ്ട് കേട്ടോ, പഞ്ചായത്തിൽ. അപ്പം മുത്തുമണികളെ, ഇതാണ് നമ്മളെ സ്ഥലം വരുന്നത് കേട്ടോ. നല്ല ഫാം അടിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലം. നിങ്ങൾക്ക് റിസോർട്ട് ചെയ്യാൻ പറ്റിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സൈലൻ്റ് ഏരിയ. നല്ല 5 റൂമിൻ്റെ വലിയൊരു വീടും ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ അങ്ങനെ കാണിച്ചു തരാം. ഏകദേശം ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾ കണ്ടോളുണ്ട്. അപ്പോൾ മക്കൾ ഇതാ ഇങ്ങനെ ചെറിയ തട്ടും ചെരിവും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഭൂമിയാണ്. നല്ല സൂപ്പർ മണ്ണാട്ടോ. തെങ്ങൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള തെങ്ങാണ്. നല്ല കായും കാര്യമാണ്. നിങ്ങൾ സൂം ചെയ്ത് നോക്കണ്ട കേട്ടോ, അത്യാവശ്യം കായൊക്കെ ഉണ്ട്. ഇതാ നല്ല വയൽക്കര പോലത്തെ സ്ഥലം, അതുകൊണ്ട് ആ വെള്ളത്തിനും നല്ല ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഇതാ നിങ്ങൾ നോക്കിയ നല്ല സ്ഥലം മക്കളെ. ഐഷ് ഇതെന്താ അറിയോ? നല്ല കരിവേപ്പില, വളടാത്ത് സൂപ്പർ സാധനം, സ്ഥലം കൊണ്ടുപോകാനാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലം. അവിടെ നല്ലൊരു വീടുണ്ട് കേട്ടോ, ആ ഭാഗത്തൊരു വീടുണ്ട്. അതാണ് ഇപ്പം ഇവിടെ കാര്യൊരു വീട് എന്ന് പറയാനുള്ളത്. ഇങ്ങനെ പ്ലാവ്, നല്ല കുടംപുളിൻ്റെ മരങ്ങൾ, തെങ്ങ്, കവുങ്ങ് ഇഷ്ടം പോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഫാം അടിക്കാനും തട്ടുണ്ടാക്കാനും. നമുക്ക് തിപ്പല്ലിയാണ് കേട്ടോ അത്. അപ്പോൾ അതുപോലെ കുരുമുളക് ഇതാ കുറേ കൊടിയുണ്ട് കേട്ടോ, കണ്ടമാനം കൊടിയുണ്ട്. നോക്കി നിങ്ങളിതാ, ഇത് മൈസൂർ പാക്ക് പറഞ്ഞ അടുക്കല്ലേ, ചെറിയ അടുക്ക. ഭയങ്കര വിലയുള്ള സാധനം കേട്ടോ. ഈ സാധനം നല്ലോണം വേണം, ചെറിയ മൈസൂർ പാക്ക് അടുക്ക. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത സൈസ് ഒരു തോട്ടതാ, വണ്ണല്ലാത്ത പീറ്റ പോലത്തെ വരെ കഴിഞ്ഞു മൈസൂർ പാക്ക് അടുക്കത്ര എങ്ങനെ പറഞ്ഞത്. ഇതിൻ്റെ പേര് അറിയുന്നൊന്ന് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒന്നും വേണ്ടിട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല നിരപ്പ് സ്ഥലം കേട്ടോ. അത്യാവശ്യം തട്ട് സ്ഥലങ്ങളാണ്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് തെങ്ങൊക്കെ മാറിയിട്ട് നല്ല റബ്ബർ, ഓക്കെ, പ്ലാവ് തൈ കാണാൻ വെച്ച് നോക്കി നിങ്ങളിതാ. ഈ റബ്ബർ തൈ റബ്ബറാണ്. ഈ റബ്ബർ ഇങ്ങനെയാണ് പോരും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് കയറിയാൽ മതി. നമുക്ക് ഏകദേശം ഒരു 6, 7, 8, 9 മിനിറ്റ് സാധനമൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. വീഡിയോ നല്ല അടിപൊളിയൊരു വീഡിയോ ഉണ്ടാവും. അതാ നല്ലൊരു പറമ്പ് തന്നെ. അത്യാവശ്യം ഇതാ കണ്ടില്ലേ, കുരുമുളകിൻ്റെ കൊടി നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ താഴത്തൊക്കെ സ്ഥലം കേട്ടോ. നമുക്ക് 4 ഏക്കർ സ്ഥലം. ഒരുപാട് തേക്ക് മരങ്ങൾ കാണുന്നുണ്ട്. നല്ല പ്ലാവ് കേട്ടോ, അടിപൊളി പ്ലാവ്, നല്ലോണം ചക്ക ഉണ്ട്. ഈ ഒരു വീട് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 5 ബെഡ്റൂം. എനിക്കിതാ ഇങ്ങനെ ഇതുപോലത്തെ കുറേ തേക്കുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. അതൊന്ന് മുറിച്ച് പോലെതാ, 5-6 തേക്ക് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തേക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. 4 ഏക്കറുണ്ട്. അതിൽ 80 സെൻറ്റ് നമ്മുടെ സ്ഥലത്തു നിന്നും കുറച്ച് അപ്പുറത്തേക്കാണ്. വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെള്ളമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ, കരിച്ചക്ക കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ വിശേഷം ഞാൻ അറിയിക്കുക, വീടിൻ്റെ വിശേഷം അറിയിക്കാം. പിന്നെ നല്ല കമുക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജാതിയൊക്കെ ഉണ്ട്. ഇപ്പറൊക്കെ നല്ലോണം പൂത്തൊഴിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ലോണം കായ് ഉണ്ട് കേട്ടോ. ചെറിയ ജാതിക്കൂട്ടനാണ്, ഉണ്ടല്ലേ. നമുക്കൊരു ബഡ് പ്ലാവാണ് കേട്ടോ. നല്ലോണം ചക്ക ഉണ്ടായിട്ട് കഴിഞ്ഞു പോയതാ. നമ്മളെ പറമ്പ് വരെ ടാറിട്ട റോഡുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ റോഡാണ്. ഈ റോഡ് ഇതാ ഈ ഭാഗത്തേക്കും സ്ഥലമുണ്ട്, ആ സൈഡിൽ റോഡുണ്ട്. ഓക്കെ, ജാതിക്കുട്ടന്മാരൊക്കെ നല്ലോണം കാഴ്ചക്കുണ്ട്. ഈ കാണുന്ന വീടിൻ്റെ വിശേഷം ഞങ്ങൾ അറിയിക്കാം. ഇതാ നോക്കിക്കോളി, ഇതാ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് വെള്ളം എടുത്താലും തീരാത്തൊരു കുളമുണ്ട് കേട്ടോ. നല്ലൊരു കുളം. ആഹാ, അത് എന്താ വേണേൽ ചക്ക ഇവിടെ വന്നുണ്ട്.
ഈ കാണുന്ന വീട് 4 ഏക്കർ സ്ഥലം കേട്ടോ. നമുക്ക് പാർട്ടി ചോദിക്കുന്നത് 1,50,00,000 രൂപയാണ്. 5 ബെഡ്റൂമുണ്ട്. ഓക്കെ, കിണർ, വെള്ളം, റോഡ്. വാർഷിക വരുമാനമായിട്ട് നമുക്കൊരു 7 ലക്ഷം രൂപയാണ് അതിൻ്റെ ഓണർ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. റബ്ബർ നമുക്കൊരു 150 ഉണ്ട്, തൈ റബ്ബറാണ്. തെങ്ങ് 140 ഉണ്ട്, കമുകൊരു 150 ഉണ്ട്. പിന്നെ മൈസൂർ കവുങ്ങ്, അതായത് മൈസൂർ പാക്ക്, അതായത് 300 കവുങ്ങുണ്ട്. ഏകദേശം ഒരു കിൻഡലിന് നമുക്കൊരു 40,000 രൂപ വരെ റേറ്റ് കിട്ടും അതിന്. അതുപോലെ തന്നെ നമുക്ക് കൊക്കോ വരികയാണെങ്കിൽ 70 കൊക്കോ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്, നല്ല കൊക്കോ ആണ്. പിന്നെ തിപ്പല്ലി ഒരു 18ഓളം ചെടി നമുക്ക് തിപ്പല്ലിയുണ്ട്. നല്ല 400 കിലോയ്ക്ക് 400 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നെന്താ, കുരുമുളക് ഏകദേശം ഒരു കിൻഡലിൻ്റെ മുകളിലേക്ക് നമുക്ക് കുരുമുളക് കിട്ടുന്നുണ്ട്. പിന്നെ ജാതി നമുക്കൊരു ബഡ് ജാതി ഒരു 7 ഉണ്ട്. പിന്നെ ഒരുപാട് പ്ലാവ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന നല്ലൊരു അടിപൊളി ഒരു 5 ബെഡ്റൂമിൻ്റെ ഒരു വീട് അതും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പം എന്തിനും ഉതകുന്ന നല്ലൊരു ഭൂമി. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെട്ടോളി. കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി ടൗണിൽ നിന്നും 2 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ള ദൂരം കേട്ടോ. കറക്റ്റല്ല, ചിലപ്പം കൂടുതലും കുറേയൊക്കെ സാധ്യതയുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് വരിക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും നിങ്ങളൊരു അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതാണ് നമ്മളെ സുഫാരി അടുക്ക കേട്ടോ. കിൻഡലിന് 40,000 രൂപയാണ് അദ്ദേഹം ഇതുവരെ കൊടുത്തിട്ടുള്ള റേറ്റ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു വീടാണ് നമ്മൾ ഈ കാണിക്കുന്നത്. നല്ല അടിപൊളി. ഇത് നമുക്ക് മുകളിൽ